നമസ്കാരം. ശശി തരൂർ എം പി നമ്മുടെ തിരുവനന്തപുരത്തെ എം പി ആണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ? ഇത് നമ്മളല്ല ചോദിക്കുന്നത് കേട്ടോ, കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് കോൺഗ്രസിന്റെ പ്രമുഖ ഒരു നേതാവായ സന്ദീപ് ദീക്ഷിത് പ്രസ്ഥാനമായി രംഗത്തിലുണ്ട്. നിങ്ങളിപ്പോൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടോ ശശി തരൂരെ? നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസിൽ ഇങ്ങനെ കടിച്ചു തൂക്കി കിടക്കുന്നത്? നിങ്ങൾക്ക് BJP-യിലേക്ക് പൊക്കൂടെ എന്ന് വരെ ചോദിച്ചിരിക്കുകയാണ് ഈ സന്ദീപ് ദീക്ഷിത് എന്ന് പറയുന്ന നേതാവ്. അപ്പോൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടോ ഇപ്പോൾ ഈ ശശി തരൂർ എന്നത് ഒരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ട് ശശി തരൂർ കോൺഗ്രസിൽ തന്നെയാണ്, കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ശശി തരൂരിനോട്, ഒരു കോൺഗ്രസ്സുകാരനോടുള്ള സ്നേഹം, അടുപ്പം ഇപ്പോൾ ഉണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു കാര്യത്തിനും കോൺഗ്രസ്സുകാർ ഈ ശശി തരൂരിനെ അടുപ്പിക്കുന്നില്ല. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ MP എന്നുള്ള നിലയിൽ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കേണ്ടതും നേതൃത്വം കൊടുക്കേണ്ടതും പ്രചരണങ്ങളിൽ ഒരു മുൻപന്തിയിൽ നിൽക്കേണ്ട ആളുമാണ് ശശി തരൂർ എന്ന് പറയുന്ന ആൾ. പക്ഷേ ഇവിടെ കോൺഗ്രസ് K. മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിയന്ത്രിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും K. മുരളീധരന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. K. മുരളീധരൻ എന്ന് പറഞ്ഞാൽ ശശി തരൂരിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ആളുമാണ്. അപ്പോൾ ശശി തരൂരിന്റെ തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ കച്ചിയിൽ തൊടിയിക്കാതെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ 1-2 ദിവസം വന്ന് ശശി തരൂർ എന്തോ ചെറിയ പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ട് പോയി എന്ന് കേൾക്കുന്നുണ്ട്. അത്രമാത്രമാണ്. ബാക്കി കോൺഗ്രസ്സുകാരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ ഇങ്ങനെ കോൺഗ്രസ്സുകാർ വെറുക്കാൻ തുടങ്ങിയത്? നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസിൽ കടിച്ചു നിൽക്കുന്നതെന്ന് സന്ദീപ് ദീക്ഷിത്തിനെ പോലുള്ളവർ ചോദിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ വിട്ടുപൊക്കൂടെ, BJP-യിലേക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി ഒരു സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു, പല സംഘങ്ങളെയും വിദേശ രാജ്യങ്ങളിൽ അയച്ചു. ആ അയച്ച കൂട്ടത്തിൽ പ്രധാനമായിട്ടും മോദി ഉൾപ്പെടുത്തിയത് ശശി തരൂരിനെയാണ്. ശശി തരൂർ അത് വളരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പാർട്ടിക്ക് അന്ന് മുതൽ ശശി തരൂരിനോട് കലിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി അറിയാതെയാണ് ശശി തരൂരിനെ മോദി ഈ ടീമിൽ ഉൾപ്പെടുത്തിയത്. ശശി തരൂർ പാർട്ടിയോട് ചോദിക്കാതെയാണ് അതിനകത്ത് അംഗമായത് എന്നതാണ് പ്രധാനമായിട്ട് അന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയ ഒരു ആക്ഷേപം. പക്ഷെ ആ ആക്ഷേപത്തിൽ കഴമുണ്ടെങ്കിൽ പോലും ശശി തരൂർ കൃത്യമായിട്ടും ആ സംഘത്തിൽ പോവുകയും പല വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ നടപടിയുടെ ശരിയായ സ്റ്റാൻഡ് വ്യക്തമായിട്ട് വിശദീകരിക്കാനും അതാത് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും, ഒരുപക്ഷെ ഈ പാകിസ്ഥാനോടൊപ്പം ചെറിയ മനസ്സുണ്ടായിരുന്ന പല രാജ്യങ്ങളെയും ആ പാകിസ്ഥാൻ മനോഭാവത്തിൽ നിന്നും മാറ്റിയിട്ട് ഇന്ത്യൻ മനോഭാവത്തിലേക്കും ഇന്ത്യ നടപടികളെ അംഗീകരിക്കുന്ന തരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ നയതന്ത്രപരമായ വലിയൊരു വിജയം. അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അന്ന് മുതൽ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം പലപ്പോഴും മോദിയുടെ ചില പരാമർശങ്ങളെ, പ്രസംഗങ്ങളെയൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് അതിനെ വാഴ്ത്തിക്കൊണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്ന ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഴ്ത്തിക്കൊണ്ട് ചില കുറിപ്പുകൾ എക്സിലും മറ്റും ഇടാറുണ്ട്, അദ്ദേഹം സംസാരിക്കാറുമുണ്ട്. ഈ അടുത്ത കാലത്ത് ഗോയങ്ക പ്രഭാഷണം മോദി നടത്തിയപ്പോൾ മോദി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം അപ്പോൾ തന്നെ എക്സിൽ കുറിക്കുകയും ചെയ്തു. പക്ഷേ എക്സിൽ കുറിച്ച സംഭവം എന്ന് പറയുന്നത്, ആ സമയം എന്ന് പറയുന്നത് വളരെ നിർണായകമായിരുന്നു. കാരണം ഈ NRIക്കെതിരായിട്ട് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടും NRI രാജ്യവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനും ഒക്കെ വേണ്ടിയിട്ട് NRIക്കെതിരെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. പക്ഷേ ശശി തരൂർ അവിടെ പങ്കെടുത്തില്ല. ആ യോഗം നടക്കുന്ന സമയത്താണ് ഈ മോദിയുടെ ചിത്രങ്ങൾ കൂടെ വെച്ചുകൊണ്ട് മോദിയുടെ പ്രസംഗത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഈ ശശി തരൂർ എക്സിൽ കുറിച്ചത്. അതാണ് അതിൻ്റെ ആ ടൈം എന്ന് പറയുന്നത്.
അപ്പൊ ആ ടൈമും കോൺഗ്രസ്സുകാരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഗോയങ്ക പറഞ്ഞത് 200 വർഷമായിട്ട് ഗോയങ്ക പ്രഭാഷണത്തിൽ മോദി പറഞ്ഞത് 200 വർഷമായിട്ട് നമ്മൾ അടിമ മനോഭാവത്തിൽ കഴിയുകയാണ്. മെക്കാളെ പ്രഭു കൊണ്ടുവന്ന അടിമ സംസ്കാരം രീതിയുമുണ്ടല്ലോ, അതിൽപ്പെട്ട് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ നമ്മുടെ നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് നശിപ്പിച്ചിരിക്കുന്നു, അടിമത്വം മനസ്സിൽ കൊണ്ടിരിക്കുന്നു. ഈ 200 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നെഹ്റു തുടങ്ങിയ ആൾക്കാർ, കോൺഗ്രസ് നേതാക്കന്മാർ, നെഹ്റു ഉൾപ്പെടെയുള്ളവർ അധികാരത്തിൽ വന്നിട്ടും ഈ മെക്കാളെ പ്രഭു കൊണ്ടുവന്ന അടിമത്ത സമ്പ്രദായ രീതിയെ, ആ അടിമത്ത രീതി, ആ സംസ്കാര രീതി, ആ മനോഭാവത്തെ ഇല്ലാതാക്കാനോ അതിനെ മാറ്റിയിട്ട് ഒരു മാറ്റം വരുത്താനോ അവർ ശ്രമിച്ചിട്ടില്ല. അത്രമാത്രം ഇപ്പോഴും അടിമ മനോഭാവത്തിലാണ് നമ്മൾ കഴിയുന്നത്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശം. 10 വർഷത്തിനകം ഈ അടിമത്വ മനോഭാവത്തെ, മെക്കാളെ പ്രഭു കൊണ്ടുവന്ന അടിമത്വ മനോഭാവത്തെ ഇല്ലാതാക്കുമെന്ന് മോദി അസന്നിഗ്ധമായിട്ട് ഉറപ്പിച്ചു പറയുന്നു. ഈ സമയത്താണ് ശശി തരൂർ ആ വേദിയിലിരുന്നു കൊണ്ട്, സദസ്സിലിരുന്നു കൊണ്ട് ഈ പ്രസംഗത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതും അതിനുശേഷം അദ്ദേഹം പുറത്തു വന്ന എക്സിൽ കുറിച്ചതും. എന്തായാലും ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന് ഇപ്പോൾ മാനസികമായിട്ട് അദ്ദേഹത്തിന്, ധാർമ്മികമായിട്ട് അതിന് പറയാൻ കഴിയുമോ എന്ന് സംശയമാണ്. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, മോദി 2 ദിവസം മുമ്പ് പറഞ്ഞു കോൺഗ്രസ് പിളരും എന്ന് മോദി പ്രസംഗത്തിൽ പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കണം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ശശി തരൂര് നേതൃത്വത്തിൽ കേരളത്തിൽ വല്ലാത്ത ഒരു മാറ്റം കോൺഗ്രസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മാറ്റം എന്ന് പറയുന്നത് ശശി തരൂർ മാത്രമായിരിക്കില്ല. ഈ കേരളത്തിലെ കോൺഗ്രസിൽ മാറുമ്പോൾ BJPയിലേക്ക് മാറുകയാണെങ്കിൽ ശശി തരൂർ മാത്രം ഒറ്റയ്ക്കായിരിക്കില്ല മാറുന്നത്. ഒരു നല്ല സംഘത്തെ, കൂടെ 2 MP കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ചില രാഷ്ട്രീയ ഇടനാഴികളിൽ കേൾക്കുന്ന ചില വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം MP, ശശി തരൂർ ഉൾപ്പെടെയുള്ള ഒന്നിലധികം MP ചില കോൺഗ്രസ് പ്രമുഖ നേതാക്കളും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു സംഘമായിരിക്കും ഒരുപക്ഷെ BJPയിലേക്ക് പോവുക. അങ്ങനെ BJPയിലേക്ക് അവർ പോകാൻ സാധ്യത ഇല്ല എന്നാണ് നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ BJPക്ക് പോകുന്നതിന് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക പാർട്ടി തന്നെ ദേശീയ തലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമായിട്ട് ഒരു പാർട്ടി ആയിരിക്കില്ല ശശി തരൂർ ഉണ്ടാക്കാൻ പോകുന്നത്. അത് അദ്ദേഹത്തിന്റെ ദേശീയ വീക്ഷണത്തിനും അദ്ദേഹത്തിന്റെ ഇമേജിനും മാറ്റമായിരിക്കും. അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ വലിയൊരു വിള്ളൽ, ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബ വാഴ്ചയ്ക്കെതിരെ ശശി തരൂർ മാത്രമല്ല സംസാരിച്ചിരിക്കുന്നത്, ചിദംബരത്തിന്റെ മകനും കാർത്തി ചിദംബരവും സംസാരിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ഈ കാര്യത്തിൽ ഓർത്തു വയ്ക്കേണ്ടതാണ്. അത് ദേശീയ തലത്തിൽ തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കോൺഗ്രസിൽ വല്ലാത്ത ഒരു വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം കേരളത്തിൽ NDAയുമായിട്ട് സഖ്യത്തിലുണ്ടാവുകയും അത് കേരളത്തിൽ വല്ലാത്തൊരു ചലനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്? തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിട്ട് വല്ലാത്തൊരു ചലനമുണ്ടാക്കും കേരളത്തിൽ. ഒരുപക്ഷെ തിരിച്ചു വരാമെന്ന കോൺഗ്രസിന്റെ UDFന്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ അത് വളർന്നേക്കാം. അത് ഒരുപക്ഷെ വീണ്ടും പിണറായി ഗവൺമെന്റ് വരാനുള്ള സാധ്യത ഉണ്ടാക്കിയേക്കാം. കോൺഗ്രസിന്റെ സാധ്യത മങ്ങലേൽപ്പിക്കാനും സാധ്യതയുണ്ട്. അത്തരം ഘടകങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും കോൺഗ്രസ് ഇയാൾ രാജിവെച്ച് പോകട്ടെ എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ശശി തരൂര് എന്നെ പുറത്താക്കട്ടെ എന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ സംഭവിച്ചാലേ പറ്റൂ. 2026 എന്ന് പറയുന്ന വർഷത്തിൽ ഇത് നിർണായകമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലും വല്ലാത്ത ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിന് സംശയമില്ല.